കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടുവാൻ സർവ്വശക്തനായ ദൈവം കൃപ നൽകിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മദ്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, മദ്യം വിഷമാണെന്നും അതുപയോഗിച്ചാൽ കരൾ പോകുമെന്നും മറ്റ് ശാരീരികമായ രോഗങ്ങളുണ്ടാകുമെന്നും ശരീരം വീർക്കുമെന്നും ഉപ്പൻ്റെ കണ്ണ് പോലെ ആകുമെന്നും കുടുംബത്തിൽ തകർച്ചകൾ ഉണ്ടാകുമെന്നും ഒക്കെ നമുക്കറിയാം. ഗവൺമെൻറ് പോലും ഓരോ മദ്യക്കുപ്പിയുടെ പുറത്തും എഴുതി വച്ചിട്ടുണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ ഇത്രയും വ്യക്തമായി ഇത്രയും വിഷമാണെന്ന് എഴുതി വച്ചിട്ടുള്ള ജനങ്ങൾക്ക് ബോധ്യമുള്ള ഈ മദ്യമില്ലാതെ ഒരു പറ്റം ജനങ്ങൾക്ക് ഇന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ദുരാസക്തിയുണ്ട്, ഇതിനകത്തൊരു തിന്മയിലേക്ക് ഒരു ആകർഷണമുണ്ട്. എല്ലാവരും ഒരു മദ്യപാനിയാകണം എന്നുള്ള ആഗ്രഹത്തിലല്ല മദ്യപാനത്തിലേക്ക് കടക്കുന്നത്. ഒരുപക്ഷെ ബിയറൊക്കെ കുടിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് പോയി മദ്യപിക്കുന്നവരുമായിട്ട് പോയിരുന്ന് ഈ ബാറിൽ നിന്നോ ഹോട്ടലിൽ നിന്നൊക്കെയോ ആഹാരം കഴിക്കാം എന്നുള്ള ധാരണയിൽ പോകുന്നതായിരിക്കാം. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് ഇവർ ഈ മദ്യപാനികളുമായി കൂടിയിരിക്കുമ്പോൾ തന്നെ ഇവർ ഈ കൂടെ പോകുന്ന മദ്യപിക്കാത്ത ആൾ പറയും, ഞാൻ ബിയർ കുടിക്കാനാണ് പോകുന്നത്, അല്ലെങ്കിൽ അവരോട് ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത് എന്നൊക്കെ പറയുന്നുവെങ്കിലും ഒരു ടൈം കഴിയുമ്പോൾ ഇതിനകത്തൊരു ആകർഷണമുണ്ട്. ഈ ആകർഷണം ഇവരെ തിന്മയിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 23-ാം അധ്യായം 31 പറയുക, വീഞ്ഞ് ചുമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്, കാരണം തിന്മ സ്വാധീനമുള്ളത്, ദുരാസക്തി ഉണ്ടെന്ന് പറഞ്ഞത് അതിനകത്തൊരു ആകർഷണം നിനക്കുണ്ടാകും. നീ അതിലേക്ക് നിനക്ക് ആകർഷണം ഉണ്ടായിട്ട് നീ അതിലേക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോക്കിയിരിക്കരുത്. തുടർന്ന് എഴുതിയിരിക്കുന്നത്, അത് പാമ്പിനെ പോലെ കടിക്കും, അണലിയെപ്പോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ ഇത് നീ കുറേ നാൾ കഴിയുമ്പോൾ ഇത് നിനക്കൊരു മാരകമായ വിഷമായി മാറിയിട്ട് നീ അതിലേക്ക് അഡിക്റ്റായിട്ട് മാരകമായ വിഷമുള്ള അണലിയെപ്പോലെ കൊത്തുകയും പാമ്പിനെ പോലെ കടിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഈ മദ്യം ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ അവന് സുബോധം ഉണ്ടാകുന്നില്ല, അവന് സുബോധമില്ല, അവൻ്റെ സുബോധമെല്ലാം നഷ്ടപ്പെട്ടു പോകും. വില്യം ഷേക്സ്പിയർ ഈ മദ്യത്തിനൊരു പേരിട്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് മദ്യത്തിനെ വിളിച്ചത്: മദ്യത്തിലടങ്ങിയിരിക്കുന്ന ദുർഭൂതമേ, നിനക്ക് മറ്റു പേരൊന്നുമില്ലെങ്കിൽ നിന്നെ ചെകുത്താനെന്ന് വിളിച്ചോട്ടെ. എന്ന് വെച്ചാൽ ഈ ചെകുത്താനായ മദ്യം ഉള്ളിൽ കയറുമ്പോൾ, ഇതൊക്കെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ രീതികൾ, ഈ മദ്യം ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവന് പിന്നെ കർത്താവിൻ്റെ വചനം പറയുന്നത്, സുഭാഷിതം 20:1 പറയുന്നുണ്ട്, വീഞ്ഞ് പരിഹാസനം, മദ്യം കലഹക്കാരനുമാണ്. വീഞ്ഞ് വീഞ്ഞ് പരിഹാസനം, മദ്യം കലഹക്കാരനുമാണ്. ഈ പരിഹാസനം എങ്ങനെ ആകുന്നു? അത് സുഭാഷിതങ്ങൾ തന്നെ 21-24 എഴുതിയിട്ടുണ്ട്. അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യൻ്റെ പേരാണ് പരിഹാസനം എന്ന് വെച്ചാൽ, അഹങ്കാരി ആര് പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല, അവൻ ധിക്കാരിയായിരിക്കും, അവന് ആരെയും കൂസാക്കത്തില്ല, അവന് തോന്നുന്ന പോലെ നടക്കും. പക്ഷേ അവൻ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവനൊരു പരിഹാസപാത്രമായി മാറുവാൻ തക്കനിടയായിത്തീരും. അതുകൊണ്ട് കർത്താവ് പറയുക, ഈ മദ്യം ഒരു കലഹക്കാരനാണ്. ഈ മദ്യം ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്ന അവൻ അറിയാൻ പറ്റത്തില്ല, അവൻ്റെ വിവേകം നഷ്ടപ്പെട്ടു പോകും. വിവേകം നഷ്ടപ്പെട്ടു പോയിട്ട് അവൻ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നവന് ബോധം ഉണ്ടാകത്തില്ല. അവന് വിവേകമില്ലെന്നാണ് ഇവിടെ വചനം പറഞ്ഞിരിക്കുന്നത്. ആ വിവേകമില്ലാതെ വരുമ്പോൾ അവൻ അമ്മയും തല്ലും, ഭാര്യയും തല്ലും, മക്കളെയും തല്ലും, പിന്നെ ഇവനും നാട്ടുകാരും തല്ലും. ഇതാണ് ഇന്ന് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മദ്യപിച്ചിട്ട് 7 വയസ്സുള്ള കുഞ്ഞിനെ നിലത്തടിച്ച് കൊന്നതായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ പത്രങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, വിവാഹത്തിന് മദ്യം വിളമ്പാത്തതിൻ്റെ പേരിൽ ഗൃഹനാഥനെ തല്ലിയതായിട്ട് നമുക്കറിയാം. അതുപോലെ മദ്യപാനം മൂലം എത്രയോ മാതാപിതാക്കളാണ് വേദനിക്കുന്നത്, എത്രയോ ഭാര്യമാരാണ് വേദനിക്കുന്നത്, എത്രയോ കുഞ്ഞുങ്ങളാണ് സ്വസ്ഥതയില്ലാതെ വിഷമിക്കുന്നത്. എന്തെല്ലാം അപകടങ്ങൾ ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം വിപത്തുകൾ അവരുടെ കുടുംബത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് കർത്താവിൻ്റെ വചനം എന്താ പറഞ്ഞത്? അവർക്ക് വിവേകമില്ല, അവരുടെ വിവേകം നഷ്ടപ്പെട്ടു പോകുന്നു. ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും അഭിവൃദ്ധി ഉണ്ടാകത്തില്ല സഹോദരങ്ങളെ. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥതയോ സമാധാനമോ അവരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനമില്ല, അവരുടെ ജീവിത പങ്കാളിക്ക് സമാധാനമില്ല, അവരുടെ മാതാപിതാക്കൾക്ക് സമാധാനമില്ല. ഇത്രയും ദയനീയ ഒരു അവസ്ഥയിലേക്കാണ് മദ്യപാനിയുടെ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒന്നിലും അഭിവൃദ്ധി പ്രാപിക്കാനും പറ്റത്തില്ല, ഒന്നിലും അവർക്ക് അഭിവൃദ്ധി പ്രാപിക്കാനോ ഒന്നും കഴിയത്തില്ല. സുഭാഷിതം 23-29 പറയുന്നുണ്ട്,
ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണുള്ളത്? മദ്യപിക്കുന്ന കുടുംബത്തിലാണുള്ളത്. അവിടെ ദുരിതമുണ്ട്, ദുഃഖമുണ്ട്, കലഹമുണ്ട്, എപ്പോഴും ആവലാതിയുണ്ട്. ഇതെല്ലാം അത് വിട്ടുമാറാതെ അവരുടെ കുടുംബത്തിൽ നിലനിൽക്കുകയാണ്. ഇവൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ ഇങ്ങനെ വലയുകയാണ്. ഈ ആവലാതിയെല്ലാം ഈ കുടുംബങ്ങളിലാണുള്ളത്. ഈ കുടുംബങ്ങളിലാണ് ആവലാതിയെല്ലാം ഉള്ളത്. ഇവരുടെ ആവലാതി എപ്പോഴാണ് മാറുന്നത്? ഇവർ ആ മദ്യപാനത്തിൽ നിന്നും മാറിക്കിട്ടാൻ ഇവരുടെ ഭാര്യമാരും മക്കളൊക്കെ എത്രയോ നിലവിളിക്കുന്നുണ്ടാകും. എത്രയോ അമ്മമാരെയൊക്കെ ഞങ്ങളെ വിളിച്ച് പറയാറുണ്ട്, ഈ മകൻ്റെ മദ്യപാനം ഒന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിയര്, അവൻ ഞങ്ങൾക്ക് സ്വസ്ഥത തരുന്നില്ല, അവന് സമാധാനം തരുന്നില്ല എന്ന് എത്രയോ അമ്മമാരാണ് വിളിച്ച് പറയുന്നത്, എത്രയോ ഭാര്യമാരാണ് പറയുന്നത്. ഇവരുടെ ഈ മദ്യപാനികളെക്കുറിച്ച് നമുക്ക് സഹതാപം തോന്നാറുണ്ട്. കർത്താവേ, ഈ കുഞ്ഞുങ്ങളുടെ നിലവിളി കണ്ടിട്ട് പോലും ഇവർക്ക് ഇതിനകത്തുനിന്ന് മാറാൻ ഇവരെ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷം നമുക്കും ഉണ്ടാകാറുണ്ട്. തന്നെ തുടർന്ന് വചനം പറയുന്നുണ്ട്, ഈ അകാരണമായ മുറിവ് ആർക്കാണുള്ളത്? കാര്യമായ മുറിവെന്നല്ല, അകാരണമായ മുറിവ്. ഒന്ന് ദുരിതമുണ്ട്, ദുഃഖമുണ്ട്, കലഹമുണ്ട്, ആവലാതിയുണ്ട്, ഇതെല്ലാം ഇവർക്കാണുള്ളത്. അതുപോലെ അകാരണമായ മുറിവ്. അകാരണമായ മുറിവ് എന്തുവാ? അകാരണമായ മുറിവെന്ന് പറയുമ്പോൾ ഇവർക്ക് മദ്യപിച്ച് ലെവലില്ലാതെ ഓടയിലും വഴിയരികിലും ബേറ്റ് ഷെഡിലും ഒക്കെ കിടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. വഴിയരിയിലൊക്കെ കിടക്കുന്നുണ്ട്. വഴിയരിയിൽ കിടക്കുന്നതിന് പട്ടിയെ കടിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ വഴിയരിയിൽ കിടക്കുമ്പോൾ ഇവരുടെ മക്കൾ, ഇവരുടെ ബന്ധുക്കൾ, ഇവരുടെ സഹോദരങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇവരെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന എത്ര വലുതാണെന്ന് ഇവർ ചിന്തിക്കുന്നതേയില്ല. ഇവർക്കാണ് അകാരണമായ മുറിവുള്ളത്. ഇവരുടെ ശരീരത്തിൽ മുറിവ് ഉണങ്ങുന്നതേയില്ല. സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഇവർക്ക് മദ്യപിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇവർക്ക് മദ്യപിക്കാൻ പണമില്ലെങ്കിൽ ഭാര്യയുടെ താലിയോ അല്ലെങ്കിൽ മക്കളുടെ കഴുത്തേ കിടക്കുന്നതോ കാതി കിടക്കുന്നതൊക്കെ പറിച്ചുകൊണ്ട് പോകും. ഇവരുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല സഹോദരങ്ങളെ. ഞാൻ പറയുന്നു, കർത്താവിൻ്റെ വചനം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 19-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനം പറയുക, മദ്യപാനിയായ തൊഴിലാളി ധനവാനാകുകയില്ല. അവരിന്ന് ജോലിക്ക് പോയി, ഇന്ന് കിട്ടി, ഇന്ന് 1000 1500 കിട്ടി, അതുകൊണ്ട് കുടിച്ചു തീർത്തു, ദൂർത്തടിച്ചു, ബാക്കിയുള്ളത് വഴിയേരി കിടന്നപ്പോൾ ആരെങ്കിലും കൊണ്ടുപോയി അവൻ്റെ വീട്ടിൽ അരി വാങ്ങിക്കാൻ കാശില്ലാതെ അവർ വിഷമിക്കുമ്പോൾ, ഹല്ലേലൂയ, മക്കളെ നിലവിളിക്കുമ്പോൾ ഇദ്ദേഹം മദ്യപിച്ച് ലാവിഷായിട്ട് കഴിയുന്നു. ഇവരെക്കുറിച്ച് പറയുന്നത് ഇവർ മദ്യപാനിയായ തൊഴിലാളി എന്ന് പറയുന്നത്. വെച്ചാൽ രാവിലെ തൊട്ട് മദ്യപിച്ച് നടക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ആ മദ്യപാനിയായ തൊഴിലാളി ഒരിക്കലും ധനവാനാകുകയില്ല. അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അവർക്ക് സമ്പത്ത് കാണത്തില്ല. ആരെങ്കിലുമൊക്കെ അവരെ സഹായിക്കേണ്ടതായിട്ട് വരും. ഇവർ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ സമാധാനമില്ല. എത്രയോ അമ്മമാരാണ് പറയുന്നത്, ഞങ്ങൾ വീട്ടിൽ നിന്നും മാറി കുഞ്ഞുങ്ങളൊക്കെ മറ്റ് പല വീട്ടിലും പോയി കിടന്ന് ഉറങ്ങുന്ന അവസ്ഥ. ഇവർ മദ്യപിച്ചു കഴിഞ്ഞാൽ തെറിവിളി, അകാരണമായ വാക്കുകൾ പറച്ചിൽ, ഇതൊക്കെ സഹിക്കാൻ വയ്യാതെ കുഞ്ഞുങ്ങൾ മറ്റുള്ളൊരു വീടുകളിലൊക്കെ കൊണ്ട് പോയി കിടന്ന് ഉറങ്ങുന്ന അവസ്ഥയുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം പറയുക, ലഹരിപാനികളുടെ പിന്നാലെ ഓടുവാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും കുടിച്ചു മതിക്കുവാൻ വേണ്ടി ഉറങ്ങാതെ ഇരിക്കുകയും ചെയ്യുന്നവന് ദുരിതം. ലഹരിപാനികളുടെ പിന്നാലെ ഓടുവാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും അതുപോലെ കുടിച്ചു മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവന് ദുരിതമെന്നാണ് പറയുന്നത്. നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ വേദപുസ്തകം എടുത്ത് പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് വേണ്ട കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധി സമർപ്പിച്ചു. നമ്മൾ പ്രാർത്ഥനയോട് കഴിഞ്ഞിട്ട് അമ്മമാരാണെങ്കിൽ അടുക്കളയിലേക്ക് പോകും, മക്കൾക്കോ ജീവിത പങ്കാളിക്കോ പൊതി കെട്ടാനായിട്ട് പോകും. അതുപോലെ മക്കളാണെങ്കിൽ അവർ പഠിക്കാനായിട്ട് പോകും. ജോലിക്ക് പോകുന്നവനാണെങ്കിൽ ജോലിക്ക് പോകാനായിട്ടുള്ള എടുപ്പ് നടത്തും. പക്ഷേ ജോലിക്ക് പോകുന്നവനാണെങ്കിൽ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തും. പക്ഷേ മദ്യപാനിയായ വ്യക്തിയാണെങ്കിൽ അവൻ ഇവിടെ വചനം വ്യക്തമായി എഴുതിയിരിക്കുക, അവൻ അതിരാവിലെ എഴുന്നേറ്റ് ഉണർന്ന് എവിടെ പോയി മദ്യപിക്കാം, രാവിലെ ഇന്നലെ കുടിച്ചതിൻ്റെ ക്ഷീണം എങ്ങനെ മാറ്റാം, ഇന്നലത്തെ എൻ്റെ വിറയലെങ്ങനെ മാറ്റണം, ഇന്നലെ കുടിച്ചതിൻ്റെ ക്ഷീണം മാറണമെങ്കിൽ ഇന്ന് അല്പം അടിച്ചേ പറ്റത്തുള്ളൂ, അതിന് വേണ്ടിയിട്ട് അവൻ ഉറങ്ങാതിരിക്കുമെന്ന വിശുദ്ധ വചനം ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ സുഭാഷിതം നിങ്ങളുടെ പുസ്തകത്തിൽ 23-ന്റെ 29 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കണം. ഇവിടെ കണ്ണുകൾ ചുമന്ന് കലങ്ങിയിരിക്കുന്നു. മദ്യപാനികളുടെ കണ്ണുകൾ കണ്ടിട്ടുണ്ടോ? ഉപ്പൻ്റെ കണ്ണുപോലെ ആയിരിക്കുന്നത്. കലങ്ങിയിരിക്കുന്ന ഒരു മുഖമൊക്കെ വീർത്തിരിക്കും, വഴുത്തോ വീർത്തിരിക്കും. എന്ന് വെച്ചാൽ കരളൊക്കെ പോയി അവർ ശരീരത്തിൽ രോഗിയായി തീർന്നു. യൗവനത്തിൽ തന്നെ മദ്യപാനത്തിരിക്കുന്ന വ്യക്തികൾ അവർ രോഗികളായി മാറാറുണ്ട്.
അതും അവരുടെ ശരീരം വീർത്ത് പഴുത്തിരിക്കും. അതുപോലെ തന്നെ അവരുടെ കണ്ണുകൾ എപ്പോഴും ഞാൻ ചുമന്ന് കലങ്ങിയിരിക്കുന്ന അവിടെ വചനം പറയുന്നത്. അതുപോലെ വീണ്ടും പറയുന്നുണ്ട്, ഇവരുടെ വിചിത്രമായ കാഴ്ചകൾ കാണും, വികടമായ വാക്കുകൾ, ജൽപ്പനങ്ങൾ ഇവരുടെ അധരങ്ങൾ പുറപ്പെടും. വിചിത്രമായ കാഴ്ച എന്ന് പറയുമ്പോൾ ഇവൻ്റെ സുബോധം നഷ്ടപ്പെട്ടിട്ട്, ഈ ചെകുത്താൻ കയറി കഴിയുമ്പോൾ ഇവൻ്റെ സുബോധം നഷ്ടപ്പെട്ട് ഇവൻ്റെ കണ്ണിൽ കാണുന്ന വിചിത്രമായ കാഴ്ച. അപ്പോൾ അമ്മയെ അറിയാൻ പറ്റത്തില്ല, മക്കളെ അറിയാൻ പറ്റത്തില്ല, ആ സമൂഹത്തെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇവർ പറയുന്ന വാക്കുകൾ എന്താണെന്ന് അവർക്ക് പോലും അറിയാൻ പറ്റത്തില്ല. അവർക്ക് നമ്മൾ നാളെ അവരുടെ സുബോധത്തിലിരിക്കുമ്പോൾ സമയത്ത് നീ ഇന്നലെ പറഞ്ഞെന്താ, നീ ഇന്നലെ കാണിച്ചെന്താന്ന് ചോദിക്കുമ്പോൾ അവർ പറയും എനിക്കറിയത്തില്ല, ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. കാരണം ഇത് ഉള്ളിലിരിക്കുമ്പോൾ, ഈ മദ്യമെന്ന ചെകുത്താൻ ഉള്ളിലിരിക്കുമ്പോൾ അത് ഇവൻ്റെ സുബോധം നഷ്ടപ്പെട്ട്, ഇവൻ്റെ വിവേകം നഷ്ടപ്പെട്ട് ഇവൻ വികടമായ വാക്കുകൾ പറയും, വിചിത്രമായ കാഴ്ചകൾ കാണും. അപ്പോൾ തിന്മയും പാപവും ഇവരിലൂടെ പെരുകാനിടയായിത്തീരും. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മദ്യപാനം മൂലമല്ലയോ സഹോദരങ്ങളെ ഇന്ന് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത്, വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നത് കേരളത്തിലാണ്. അത് ഏറ്റവും കൂടുതലും അപകടം ഉണ്ടാകുന്നതും ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്ന സ്ഥലവും കേരളം തന്നെയാണ്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്, ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത്, ഏറ്റവും കൂടുതൽ അതുപോലെ ആത്മഹത്യ നടക്കുന്നത്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി നടക്കുന്നത് വിവാഹമോചനം. ദൈവം പറയുന്നത് വിവാഹമോചനം ഞാൻ വെറുക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ഡിവോഴ്സ് നടന്നുകൊണ്ടേയിരിക്കുന്നു, വിവാഹമോചനം നടന്നുകൊണ്ടിരിക്കുന്നു, ആത്മഹത്യ നടക്കുന്നു, കൊലപാതകം നടക്കുന്നു, കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു. മദ്യപിക്കുന്ന വീട്ടിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മൾ ഓർക്കണം. മദ്യം കൊടുക്കുന്നവരുണ്ടല്ലോ, മദ്യം ഉണ്ടാക്കുന്നവരുടെ വീട്ടിലും സ്വസ്ഥതയും സമാധാനം കാണത്തില്ല. കാരണം ഇവൻ മദ്യം വിൽക്കുമ്പോൾ ഇതിലൂടെ ധാരാളം സമ്പത്ത് ലഭിക്കും. ഈ മദ്യത്തിന് വാങ്ങിക്കാൻ പറ്റുന്ന ആരാ? ഈ കൂലിപ്പണിക്കാരനും ഇല്ലായ്മയെ കാരണം അന്നു വേണ്ടി ജോലി ചെയ്ത് കുടുംബം നയിക്കേണ്ടവരുടെ പണമാണ് ഇവരുടെ വീട്ടിലേക്ക് വരുന്നത്. ഈ വീട്ടിലേക്ക് വരുമ്പോൾ അവന് സ്വസ്ഥത ഉണ്ടാകുമോ? അനേകം മക്കളുടെ കണ്ണുനീരിൻ്റെ പണമാണ് ഈ മദ്യം ഉണ്ടാക്കുന്നവൻ്റെ വീട്ടിൽ വരുന്നത്. അപ്പോൾ അത് വീട്ടിൽ വരുമ്പോൾ അവന് സ്വസ്ഥത ഉണ്ടാകത്തില്ല. അവൻ്റെ തലമുറയെ പോലും കെട്ടുകളായി കിടക്കും, അവൻ്റെ തലമുറ പോലും ഉയരാത്ത വിധം കിടക്കുമെന്ന് വിശുദ്ധ വചനം എഴുതിയിരിക്കുക. ഇവിടെ എന്താ പറയുക? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനം, വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ വിരുദ്ധന്മാരുമായവർക്ക് ദുരിതം. എന്താ എഴുതിയിരിക്കുന്നത്? വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ വിരുദ്ധന്മാരുമായവർക്ക് ദുരിതം. എന്ന് വെച്ചാൽ വാറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തി വിഷമദ്യം കൊടുത്ത് മനുഷ്യൻ്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന ഇവർക്കും ദുരിതമെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. എനിക്കറിയാം, ഞങ്ങളുടെ നാട്ടിൽ ഇതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഈ വാറ്റും മറ്റുള്ള കാര്യങ്ങളുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നു, അവരൊക്കെ അന്ന് കുറേ സമ്പത്തൊക്കെ ഉണ്ടാക്കി, പക്ഷേ ഇതൊന്നും അവർക്ക് പ്രയോജനപ്പെട്ടില്ല. ഇന്ന് അതൊക്കെ കളഞ്ഞിട്ട് മറ്റു തൊഴിലേക്ക് പോകുന്നു, മറ്റു തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കുമ്പോൾ ഇന്ന് അവർ സമാധാനത്തിലാണ് കഴിയുന്നത്. മറ്റത് വാറ്റിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ ഇഷ്ടംപോലെ പണം ഉണ്ടാക്കി, അവർക്ക് സ്വസ്ഥത ഉണ്ടായില്ല, കേസുകൾ ധാരാളം ഉണ്ടായി, അത് കേസ് പറയാൻ തന്നെ കാശ് മുടുക്കാത്ത അവസ്ഥകൾ വന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി അവരിന്ന് ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ നടന്ന് മറ്റു ജോലിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവരുടെ കുടുംബത്തിൽ സമാധാനം വന്നു. കാരണം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ വിരുദ്ധന്മാരുമായവർക്ക് ദുരിതമെന്നാണ് പറഞ്ഞത്. അനേകരുടെ കണ്ണുനീരുടെ പണം നിൻ്റെ വീട്ടിൽ വരുമ്പോൾ നിനക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല. അനേകം മക്കളുടെ, മാതാപിതാക്കളുടെ, കുഞ്ഞുങ്ങളുടെയോ അല്ലെങ്കിൽ ഭാര്യമാരുടെയോ നിലവിളിയുടെ പണമാണ് നിൻ്റെ വീട്ടിൽ വരുന്നത്. നിനക്ക് സ്വസ്ഥത ആ പണം തരത്തില്ല സഹോദരങ്ങളെ, സ്വസ്ഥതയും തരത്തില്ല. നിൻ്റെ തലമുറയിലേക്കും ആ കണ്ണുനീരിൻ്റെ കെട്ടുകൾ വരാനിടയായിത്തീരും. ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായം അതിൻ്റെ 21-ാം തിരുവചനം പറയാം, മദ്യപാനി സ്വർഗരാജ്യം ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നമ്മളുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യമാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഒരു ക്രിസ്ത്യാനിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണം, സ്വർഗരാജ്യത്തിൽ എനിക്ക് പോകണം എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മളെല്ലാവരും ഈ പ്രാർത്ഥനയിലൊക്കെ വരുന്നത്. ഓരോ ദിവസവും ഉപദേശിക്കുന്നത്, ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്, ഓരോ ദിവസവും വചനം കേൾക്കാൻ പോകുന്നത്, എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം നമുക്ക് ലഭിക്കുന്നത് നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകണം എന്നുള്ള ആഗ്രഹം കിടക്കുന്നത് കൊണ്ടാണ്. ഇവിടെ പറയുക, മദ്യപാനിയായ തൊഴിലാളി, മദ്യപാനി
സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അവൻ കീറത്തുണി എടുക്കേണ്ടി വരും. അവൻ്റെ ജീവിതത്തിൽ അവന് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. അവൻ മദ്യവെച്ച് മദ്യത്തിനടിമയാകുമ്പോൾ അവൻ സാത്താൻ അടിമയായി മാറുന്നു. അവന് സാത്താൻ അടിമയായി ആകുമ്പോൾ അവന് സ്വർഗരാജ്യം ലഭിക്കുകയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ആ സ്വർഗരാജ്യത്തിനെ ലക്ഷ്യമാക്കി നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം. ഓരോരുത്തർക്കും നമുക്ക് മുന്നേറാനായിട്ട് നമുക്ക് തയ്യാറാകാം. ഇതുകൊണ്ട് നാം മദ്യപാനം നമ്മൾക്ക് വേണ്ടെന്ന് വയ്ക്കാം, തയ്യാറാകാം. ജോയേൽ പ്രവാചകന്റെ പുസ്തകം പറയുക, മദ്യപാന്മാരെ ഉണർന്ന് വിലപിക്കുവിൻ. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം പറയുക, മദ്യപാന്മാരെ ഉണർന്ന് വിലപിക്കുവിൻ. ഉണർന്ന് വിലപിക്കണം. നീ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നിനക്ക് സന്തോഷത്തിൻ്റെ പേരിൽ മദ്യപാനം, ഒരു മരണം വന്നാൽ ദുഃഖം എന്ന് പറഞ്ഞ് നീ മദ്യപാനം, ഒരു ഉത്സവം മദ്യപാനം, ഒരു തിരുനാൾ വന്നാൽ അതിൻ്റെ പേരിൽ മദ്യപാനം, ഇപ്പോൾ താണ്ട് ഈസ്റ്റർ വരുന്നു അതിൻ്റെ പേരിൽ മദ്യപാനം ഉണ്ടാകും. യേശു ജനിച്ചാൽ സന്തോഷത്തിൻ്റെ പേരിൽ മദ്യപാനം, ഇതാ ഇപ്പോൾ പീഡാനുഭവകാലം, യേശു മരിച്ചു എന്ന് പറഞ്ഞ് ഇതാ ദുഃഖത്തിൻ്റെ പേരിൽ മദ്യപാനം നടത്തും. ഇപ്പോൾ ഈ നോയമ്പകാലം എന്ന് പറയുന്നുണ്ട്, ആ ദിവസങ്ങളിലൊക്കെ മദ്യപാനം നിർത്തിവെക്കും. ദുഃഖവെള്ളിയാഴ്ച ഒന്ന് കഴിയട്ടെ, അത് കഴിയുമ്പോൾ ആഘോഷമായ മദ്യപാനം നടത്തും. ഇതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവ് പറയുക, മദ്യപാന്മാരെ നിങ്ങൾ ഉണർന്നിരുന്ന് വിലപിക്കുവിൻ. കാരണം നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുവിൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭാവിയെക്കുറിച്ച് ഓർക്കുവിൻ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിലവിളിക്കുന്ന നിലവിളി ഓർക്കുവിൻ. നിൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടാകാനായിട്ട് നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അതുപോലെ തുടർന്ന് എഴുതിയിരിക്കുക, വീഞ്ഞ് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തട്ടിമാറ്റുവിൻ. ഈ അധരത്തിൽ ഇനി മദ്യം തൊടത്തില്ല എന്നൊരു തീരുമാനം നീ എടുക്കുക. അപ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് സമാധാനം വരും. നിൻ്റെ മക്കൾ സന്തോഷത്തിൽ കഴിയണ്ടേ, നിൻ്റെ ജീവിത പങ്കാളി മറ്റുള്ളവരെ പോലെ കഴിയണ്ടേ, നിൻ്റെ മക്കളിൽ മറ്റുള്ളവരെ പോലെ ഉയർച്ച പ്രാപിക്കണ്ടേ. അതുകൊണ്ട് ഒരു തീരുമാനം ജോയേൽ പ്രവാചകൻ പറയുന്നത് പോലെ, മദ്യപാന്മാരെ ഉണർന്ന് വിലപിക്കുവിൻ. ഈ ഞാൻ ചെയ്തു പോയത് തെറ്റായിപ്പോയെന്ന്, ഞാൻ മദ്യപിച്ച് വരക്കൂത്തിലും ലോകത്തിലെ മോഹങ്ങളും നടന്നത് തെറ്റായിപ്പോയി. എൻ്റെ വീട്ടിൽ വരേണ്ടത്, എൻ്റെ മക്കൾ ഭക്ഷിക്കേണ്ടത്, എൻ്റെ തലമുറ അനുഭവിക്കേണ്ടത് ഞാൻ മദ്യത്തിന് കൊണ്ട് കൊടുത്തുപോയി. ഇനി ഞാൻ അതിൽ നിന്ന് പിന്മാറാവുന്നൊരു തീരുമാനമെടുക്കുക. ഇനി എൻ്റെ അതരത്തിൽ വീഞ്ഞ് എൻ്റെ അതരത്തിൽ അടുപ്പിക്കത്തില്ലെന്ന് തീരുമാനമെടുക്കുക. അപ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വരുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഈ ഈസ്റ്റർ നമുക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ഈസ്റ്ററായിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റും. നിൻ്റെ കുടുംബത്തിലെ ജീവിത പങ്കാളിയും മക്കളെയൊക്കെ വിളിച്ചിരുത്തി നമുക്ക് സന്തോഷത്തോടെ ഈസ്റ്റർ ആഘോഷിക്കാൻ ദൈവം ഇടയാക്കും. അതുപോലെ നിങ്ങളുടെ മദ്യപാനത്തിൽ നിന്ന് മാറുമ്പോൾ സ്വർഗം മുഴുവൻ സന്തോഷിക്കാൻ ഇടയായിത്തീരും. അതുപോലെ തന്നെ ഒരു മദ്യപാനി അതിൽ നിന്നും മാറി വരുമ്പോൾ അവൻ്റെ മാതാപിതാക്കൾ, അവൻ്റെ സഹോദരങ്ങൾ, അവൻ്റെ ബന്ധുമിത്രാദികൾ, അയൽക്കാർ എത്രമാത്രം സന്തോഷിക്കുമെന്നറിയാമോ? ഈ സന്തോഷം കാണണമെന്ന് നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കണം. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. ജീവിതത്തിൽ ഞാൻ മദ്യപിക്കത്തില്ല, മദ്യപാനത്തിൽ നിന്ന് ഞാൻ മാറും. എനിക്ക് സ്വർഗരാജ്യം അവകാശമാക്കണം, എനിക്കൊരു സമാധാനമുള്ളൊരു കുടുംബജീവിതം നയിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇനി മദ്യപിക്കത്തില്ലെന്നൊരു തീരുമാനം എടുക്കാൻ ഉറച്ചു കഴിഞ്ഞാൽ ദൈവം നിൻ്റെ കൂടെ നിന്ന് നിന്നെ സഹായിക്കാനിടയെത്തീരും. അങ്ങനെ നിങ്ങളുടെ കുടുംബം ഒരു സമാധാനമുള്ളൊരു കുടുംബമായി മാറുവാൻ സർവ്വശക്തനായ ദൈവം ഇടയാക്കും.